കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വളർന്ന് രാഷ്ട്രീയം പഠിച്ച് രാഷ്ട്രീയ പോർക്കളത്തിൽ തൻ്റേതായ ഇടം സൃഷ്ടിച്ച് പിന്നീട് ആ കോൺഗ്രസ് പാർട്ടി വിട്ട് CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച PV അൻവറിനെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. CPIMന്റെ ബ്ലോക്കിൽ നിയമസഭയ്ക്കുള്ളിൽ സഭ കൂടാനിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകണ്ട എന്ന വിഷയത്തിലുള്ള പാർലമെന്ററി പാർട്ടി യോഗം നടക്കുവാൻ പോവുകയാണ്. അതിനുശേഷം PV അൻവറിന് എവിടെ ഇരിപ്പിടം നൽകുമെന്ന ചോദ്യത്തിന് പ്രസക്തി ഏറെയാണ്. എല്ലാ മന്ത്രിമാരും MLA മാരും ഇരുന്നതിനെ തൊട്ടുപിറകിൽ എവിടെയെങ്കിലും ഒരു ഓരത്ത് PV അൻവറിനെ ഇരുത്താം എന്ന തീരുമാനമാണോ? ഇനി അതല്ല, സഭാ നിയമം അനുസരിച്ച് PV അൻവറിന് MLA ആയി തുടരുവാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. ഇവിടെ MLA ആയി തുടരുവാൻ PV അൻവറിന് ഏതെങ്കിലും തരത്തിലുള്ള നിയമ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ താൻ ആ സ്ഥാനം രാജിവെക്കുവാനും തയ്യാറാണ് എന്ന് PV അൻവർ പറയുന്നു. അതായത് 2-1 എന്ന തീരുമാനത്തിലാണ് PV അൻവർ ഇപ്പോൾ ഉള്ളത്. എന്നാൽ PV അൻവർ CPM വിട്ടു പോയാൽ അല്ലെങ്കിൽ LDF പാളയം വിട്ടു പോയാൽ അത് ഗുണകരമാകുന്നത് കോൺഗ്രസിനാണ്. എന്നാൽ കോൺഗ്രസിനേക്കാൾ കുറച്ചുകൂടി ഗുണകരമാകുന്നത് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലാണ്. കാരണം വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ നടക്കുവാൻ പോകുന്നത് ഒരു അഭിമാന പോരാട്ടമാണ്. കാരണം രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് നേടിക്കൊടുക്കേണ്ടത് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിൻ്റെയും KPCCയുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിന് കുറച്ചുകൂടി ഗുണകരമായ രീതിയിലുള്ള ഒരു കാറ്റ് വീശുവാനുള്ള സാധ്യതയുണ്ട് PV അൻവറിൻ്റെ ഈ പിണങ്ങിപ്പോക്കേൽ. ഇത് ഏറ്റവും കൂടുതൽ ഗുണകരമാകുവാൻ പോകുന്നത് വയനാട് സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധിക്കാണ്. വയനാട്ടിൽ കോൺഗ്രസ് വിജയിക്കും എന്ന് ഏകദേശം കോൺഗ്രസിന് നല്ല ധാരണയുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചില്ല എങ്കിൽ അത് പരാജയമായി കണക്കാക്കേണ്ട സാഹചര്യമാണ് നിലവിൽ വയനാട്ടിലുള്ളത്. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കേണ്ടത് പ്രാദേശിക നേതൃത്വത്തിൻ്റെയും KPCCയുടെയും ആവശ്യമാണ്. അത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ഗുണകരമായ സാഹചര്യം കോൺഗ്രസിന് വന്നു ചേരുമെന്ന് തന്നെ കണക്കാക്കേണ്ടതായുണ്ട് PV അൻവറിൻ്റെ ഈ ചുവടുമാറ്റത്തിലൂടെ. കാരണം PV അൻവർ CPIM വിട്ടു പോകുമ്പോൾ BJPയുമായി യാതൊരു സഖ്യത്തിനും BJPയുമായി യാതൊരു സന്ധി ചേരലിനും താൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ RSSും CPMും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് തൃശ്ശൂർ പൂരത്തിൽ നടന്നു എന്ന ആരോപണം PV അൻവർ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും CPIMൻ്റെയോ അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിൽ മുൻപോട്ട് പോകുന്ന RSSനോ അല്ലെങ്കിൽ NDAയ്ക്കോ ഒപ്പം നിൽക്കുവാൻ PV അൻവർ തയ്യാറാകില്ല. പിന്നീട് സ്വതന്ത്രനായി നിൽക്കാം എന്നൊരു തീരുമാനം PV അൻവർ എടുക്കുകയാണെങ്കിൽ പോലും PV അൻവറിനോടൊപ്പം അണിചേരുവാൻ കാത്തു നിൽക്കുന്ന നിരവധി പേരുണ്ട് നിലമ്പൂരിൽ. അതായത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് പറയുമ്പോൾ PV അൻവറിന് സ്വാധീനമേറെയുള്ള മലപ്പുറം ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളും വയനാട്ടിലെ 3 നിയമസഭാ മണ്ഡലങ്ങളും മലപ്പുറത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കോഴിക്കോട്ടെ 3 നിയമസഭാ മണ്ഡലങ്ങളും ചേരുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ PV അൻവർ CPIMനും അല്ലെങ്കിൽ BJPക്കും ഗുണകരമാകുന്ന രീതിയിൽ രാഷ്ട്രീയ കരുനീക്കം നടത്തില്ല എന്ന് പറയുമ്പോൾ PV അൻവറിനോടൊപ്പം നിൽക്കുന്നവർ അല്ലെങ്കിൽ PV അൻവർ ആർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന ചോദ്യത്തിന് ഏകദേശം വ്യക്തത വരുന്നുണ്ട്. അതായത് കോൺഗ്രസുമായി അങ്ങനെ നേരിട്ടുള്ള ഒരു യുദ്ധമൊന്നും PV അൻവർ ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ വേദി പങ്കിടുകയും നിലമ്പൂരിൻ്റെ വികസനത്തിന് വേണ്ടി സഹായങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും VD സതീശൻ ഉദ്ഘാടന വേദിയിൽ വെച്ച് അദ്ദേഹത്തെ ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്തതാണ്. അതായത് PV അൻവറിന് എവിടെ ഇരിപ്പിടമെന്ന ചോദ്യത്തിന് ഒരു പക്ഷേ കുറച്ച് കാലതാമസം എടുത്താൽ പോലും ഒരു മറുപടി ഉണ്ടാകും. അത് UDFൻ്റെ ഡയസിലായിരിക്കും എന്നുള്ളത്. അതിനുള്ള രാഷ്ട്രീയ കാറ്റ് ചെറുതായി വീശുന്നുണ്ട്. എന്തായാലും LDF പാളയത്തിൽ നിന്ന് PV അൻവർ പോകുന്നു. BJPയോടൊപ്പം ചേരില്ല അദ്ദേഹം. UDFൻ്റെ പാളയത്തിൽ ചേരുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. അവിടെ എന്തായാലും പ്രിയങ്ക ഗാന്ധി വിജയിക്കും എന്ന് PV അൻവറിന് ബോധ്യമുള്ളത് തന്നെയാണ്. അപ്പോൾ CPIMനും അല്ലെങ്കിൽ BJPക്കും ഒരു തിരിച്ചടി നൽകുക, തന്നെ പുറത്താക്കിയ പാർട്ടിക്ക് ഒരു തിരിച്ചടി നൽകുക, തനിക്ക് മലപ്പുറം ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ള സ്വാധീനം വെളിപ്പെടുത്തുക എന്നുള്ളതടക്കമുള്ള നിരവധി ആത്മസംതൃപ്തി നൽകുന്ന വിഷയങ്ങൾക്ക് മറുപടി നൽകുവാൻ ഉള്ള സമയമായി അദ്ദേഹം കണക്കാക്കുവാനുള്ള സാധ്യതയും ഏറെയാണ്. മലപ്പുറം ജില്ലയിലുള്ള PV അൻവറിൻ്റെ സ്വാധീനം ചെറുതായി കാണുവാൻ സാധിക്കുന്നതല്ല.
പി.വി. അൻവർ 2011 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി.കെ. ബഷീറിനെതിരായി മത്സരിക്കുമ്പോൾ പോലും 47,500 വോട്ടുകൾ അദ്ദേഹം നേടിയിരുന്നു. ആ സമയത്ത് CPIയുടെ സ്ഥാനാർത്ഥിക്ക് അന്ന് നേടുവാൻ സാധിച്ചത് ആകെ 2000 വോട്ടുകൾ മാത്രമാണ്. അതായത് ഇടതുപക്ഷ അനുഭാവികൾ പോലും അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികളും പി.വി. അൻവറിന് വോട്ട് ചെയ്തിരുന്നുവെന്ന് കണക്കാക്കേണ്ടതായുണ്ട്. അതിനുശേഷമാണ് 2016-ലും 2021-ലും നിലമ്പൂരിലെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം വിജയിച്ചു വരുന്നത്. എന്തായാലും മലപ്പുറം ജില്ലയിൽ പോരാട്ടം നടക്കുന്നത് UDFും LDFും തമ്മിലാണ്. അവിടെ BJPക്ക് വലിയ സ്വാധീനമൊന്നും തന്നെയില്ല. സ്വാഭാവികമായും CPIയുമായി ഇടഞ്ഞു നിൽക്കുന്ന പി.വി. അൻവർ UDFിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. വയനാട്ടിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PC ജോർജിന്റെ മകൻ മത്സരിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ വയനാട്ടിൽ സ്മൃതി ഇറാനി വരെ സുരേന്ദ്രന് അനുകൂലമായ നിലപാട് ഇറങ്ങിയിട്ട് പോലും വിജയിക്കുവാൻ കഴിയാതെ പോയി BJPക്ക്. എന്നാൽ ഇക്കുറി വയനാട് തിരിച്ചുപിടിക്കണമെന്ന ഉദ്ദേശം BJPക്കുണ്ട്. CPI ശക്തരായ സ്ഥാനാർത്ഥി നിർത്തുമെന്നും പറയുന്നു. എന്നാൽ പി.വി. അൻവറിൻ്റെ കൂടി പിൻബലം ലഭിക്കുന്നതോടുകൂടി രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് നേടിക്കൊടുക്കണമെന്ന കോൺഗ്രസിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ ബലം വർദ്ധിക്കുകയാണ് എന്ന് കരുതേണ്ടതായുണ്ട്. ഒരുപക്ഷെ ഇന്നോ നാളെയോ പി.വി. അൻവർ അത് തുറന്നു പറയണമെന്നില്ല. പക്ഷേ ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഒരുപക്ഷെ പി.വി. അൻവർ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാമെന്ന വിഷയത്തെ തള്ളിക്കളയുവാനും സാധിക്കുന്നതല്ല. പ്രചാരണ വേദിയിൽ വെച്ച് CPI കോൺഗ്രസിനോടൊപ്പം ചേരും അല്ലെങ്കിൽ UDFിനോടൊപ്പം ചേരുമെന്ന വാർത്തകളും അഭ്യൂഹങ്ങളും പരക്കുന്നുമുണ്ട്. എന്തായാലും വയനാട്ടിൽ നടക്കുവാൻ പോകുന്നത് കേവലം ഉപതെരഞ്ഞെടുപ്പല്ല. വയനാട്ടിൽ നടക്കുവാൻ പോകുന്നത് പോരാട്ടമാണ്. തകർന്നു പോയോ CPM എന്ന് CPMനെ തന്നെ ബോധ്യപ്പെടുത്തുവാനുള്ള പോരാട്ടം. വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേദിയിൽ UDF പാളയത്തിലേക്ക് CPI പോകുവാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. പി.വി. അൻവർ പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമോ എന്ന സാഹചര്യത്തെയും തള്ളിക്കളയാൻ സാധിക്കില്ല. ഇനി അതല്ല, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന തീരുമാനമാണ് CPIക്കുള്ളതെങ്കിൽ എന്തായിരിക്കും വയനാട്ടിൽ നടക്കുവാൻ പോകുന്നത് എന്ന് കണ്ടറിയേണ്ടതായുണ്ട്. പി.വി. അൻവറിൻ്റെ നിലപാടും പി.വി. അൻവറിൻ്റെ വാക്കുകളും വയനാട്ടിൽ വലിയ പ്രകമ്പനം തന്നെ സൃഷ്ടിക്കുമെന്ന് കരുതേണ്ടതായുണ്ട്.